ഹമ്രാസിനും റൈസിനും ഒക്കെ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി ഡൗൺലോഡ് ചെയ്യാനിട്ടിട്ടുണ്ട്. നോക്കി ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമൊക്കെ ക്യൂബ് എസ്കേപ്പ് പാരഡോക്സ്. ഇത് ഒരു പസിൽ ഗെയിമാണ്. ഇത് കൊള്ളാം. നല്ല നമ്മളിങ്ങനെ പസിലൊക്കെ സോൾവ് ചെയ്തൊരു മിസ്റ്ററി ടൈപ്പ് ഹൊറർ ഗെയിമാണ്. ഫാർലൈറ്റ് അതും ഷൂട്ടിംഗ് ഗെയിമാണ്. അതും നല്ല ഫാർലൈറ്റ് നല്ല ഗെയിമാണ്. കോൾ ഓഫ് ഡ്യൂട്ടി അവിടെ ഡൗൺലോഡ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് കഞ്ഞി കുടിക്കാം. എനിക്ക് ഇവിടെ വന്നപ്പോൾ കഞ്ഞി കഴിച്ചാലോ എന്ന് ഒരാഗ്രഹം. അപ്പോൾ ഞാൻ സ്വിഗ്ഗിയിൽ കഞ്ഞി ഓർഡർ ചെയ്തു. കോക്ക് ചെറിയ വയറുവേദന തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ജിമ്മിൽ പോകാഞ്ഞതുകൊണ്ട് ഞാൻ ക്രയാറ്റിനൊന്നും എടുക്കുന്നില്ലായിരുന്നു. ഈ ക്രയാറ്റിൻ ഓവർഡോസ് ആയി കഴിഞ്ഞാൽ ഡയറിയ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ കഴിക്കാതിരുന്ന് പെട്ടെന്ന് ക്രയാറ്റിൻ എടുത്തത് കൊണ്ടാണോ എനിക്ക് വയറിളക്കം വന്നത് എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഈ ക്രയാറ്റിൻ നമുക്ക് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ അത് ഇൻറ്റസ്റ്റൈനിലോട്ട് ഓവറായിട്ട് വെള്ളം വലിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഡയറിയ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഗൂഗിൾ പറഞ്ഞത്. അതുകൊണ്ടാണോ എനിക്ക് വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം അവസ്ഥയായിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചാടിയ അപ്പം പൊടിയാവും. ചാടിക്കോ. ഗൈസ്, ഗായത്രി പ്രണയ നൈരാശ്യത്തിൽ ചാടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇല്ലാത്ത പ്രണയം ഓർത്ത് ആത്മഹത്യ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ചാടിയോ? ആണോ? ഓക്കെ, ഇനി കേരളത്തിൽ ആരും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഗായത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ആത്മഹത്യ. എങ്ങനെയുണ്ട് കരിമ്പ് ജ്യൂസ്? കരിമ്പ് ജ്യൂസിൽ മധുരം കാണില്ലേ? ഇപ്പൊ അതെല്ലാം ഇല്ലേ ഇതിനകത്ത്? നമ്മളിന്ന് മന്തി കഴിക്കാൻ പോകാമെന്നൊരു പ്ലാനിലിരിക്കുക. വല്ല ഗായത്രി, ഞാനുണ്ട്, ഹമ്രാസ് ഉണ്ട്, റൈസും ജിഷയും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു വന്നതാ. ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ അല്ലേ? നീ ആദ്യമായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നേ? അതെ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കുന്നത്? ഇതിലെ ഞങ്ങളുടെ ട്രെയിനിങ് ഇന്ന് തീർന്നു. എല്ലാവരും ഗായത്രി പാസ്സാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് 2 മാസം കഴിഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗൈസ്, ഹമ്രാസ് ചതിച്ചു. ഗൈസ്, മന്തിക്ക് വന്നു പറഞ്ഞിട്ട് ഹമ്രാസ് ചതിച്ചു. ഹമ്രാസ് പള്ളിയിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നു. ഗൈസ്, ബിരിയാണി കഴിച്ച് പിരിയാം. ഈഷ ജോസിന് ബിരിയാണി കഴിക്കാൻ പറ്റില്ല. എന്നെന്തിൻ്റെ നോമ്പാ? നിനക്ക് വെള്ളിയാഴ്ച ഇല്ല നോമ്പ്? നീ എടി ബിരിയാണി ചിക്കൻ അത് പൊതിഞ്ഞ ഉണ്ടാക്കുന്നത്. നോമ്പ് പറയും വേണ്ട, പാപം കിട്ടും, ശപിക്കും. പിന്നെ ഇതൊക്കെ യൂട്യൂബിൽ വരും, പള്ളിക്കാർ കാണും, സീനാവും. അങ്ങനെ മൊത്തം സീനാവും. പള്ളിക്കാർ കണ്ട വൻ സീനാവും. അതുകൊണ്ട് തിന്നണ്ട കേട്ടോ. ഇത് നോക്കൂ, ഓഫീസിലാരും ഇല്ല, ഞാനും ഹമ്രാസിക്കും മാത്രം. ഇത് ഗായത്രിയുടെ കസേര ഒഴിഞ്ഞ് നടക്കുന്നു. വി മിസ് യു ഗായത്രി. ഓക്കെ, ഞാനും ഹമ്രാസിക്കും ഗായത്രിയെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ ഹമ്രാസെ? ഗായത്രി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറല്ലേ? ഗായത്രി ഉണ്ടായിരുന്നു, ഗായത്രിയെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി വരുമ്പോൾ ഗായത്രിയെ ബുള്ളി ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഞാൻ കുറേ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കമ്പനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് മാസത്തിലൊരിക്കൽ കുറേ സാധനങ്ങൾ വാങ്ങാം. ഒന്നും നോക്കിയില്ല, എല്ലാ സാധനവും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് പോയി എടുത്തോണ്ട് വരട്ടെ. ഞാൻ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. മാർക്കർ ചുവപ്പ്, പച്ച, നീല, കറുപ്പ് എല്ലാം ഉണ്ട്. ഹൈലൈറ്റർ പിങ്ക്, നീല, പച്ച, ഓറഞ്ച്, പശ, റബ്ബർ, പെൻസിൽ, ഷാർപ്പനർ, ചെറിയ ക്ലിപ്പ്, വലിയ ക്ലിപ്പ്, അതിലും വലിയ 2 ക്ലിപ്പ്, സ്റ്റിക്കി നോട്ട്, ഇത് വലിയ സ്റ്റിക്കി നോട്ട്, കുഞ്ഞു ക്ലിപ്പുകൾ, ചുവന്ന മഷിപ്പേന, മിന്ന ഹൈലൈറ്റർ, നോട്ട്ബുക്ക്, സ്കെയില്. ഇതെല്ലാം കൂടെ എന്തിനാ വാങ്ങി? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും ചുമ്മാ കിട്ടുന്നതല്ലേ, വെറുതെ വേസ്റ്റ് ആക്കണ്ട, വാങ്ങി വെച്ചേക്കാം. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇനി ഞാൻ പോട്ടെ, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ മൗസ് പാഡും പിന്നെ USB കണക്ടർ, കുറേ USB കുത്താൻ പറ്റുന്ന മറ്റേ എക്സ്റ്റൻഷൻ പോലത്തെ സാധനമില്ലേ, അതും വന്നിട്ടുണ്ട്. രണ്ടും പോയി നോക്കട്ടെ. ഹബിന്റെ പ്രത്യേകതകൾ വർണ്ണിക്കുക ഹമ്രാസെ. ഇതിപ്പോ നിറച്ചോട്ടെ, ഫുള്ള് തുളയാണ്. എത്ര തുളയുണ്ട്? 7 തുളയുള്ള ഹബ്ബ്. ഇനി എന്ത് വേണേലും കുത്താൻ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് തിരിച്ചു കുത്താൻ 2 തുളയുണ്ട്. 2 സാധനമുണ്ട്. എനിക്ക് ഊര്. ഓക്കെ, ഇത് ടൈപ്പ് C ആയിട്ട് കുത്താം, USB ആയിട്ടും കുത്താം. നമ്മൾ വേൾഡ് മാപ്പിന്റെ പടമുള്ള ഇത് കൊള്ളാല്ലേ? ഇത് ഇന്ത്യ എവിടെ? ഇതാണ് ഇന്ത്യ. ഇതെന്താണ് ഇന്ത്യയുടെ മണ്ടയ്ക്ക് 5 എഴുതിയേക്കുന്നത്? അത് 5ാമത്തെ സ്ഥാനത്താണ്. എടാ മണ്ട തല്ലടാ. ഗ്രീൻവിച്ച് ലൈനിൽ നിന്ന്
5.5 മണിക്കൂർ മാറിയാണ് ഇന്ത്യൻ സമയം. മനസ്സിലായോ? രാജ്യത്തിന് അറിയില്ലല്ലോ എന്താ. അല്ല, നമ്മൾ ഇന്ത്യക്കാരല്ല, അപ്പൊ ഇന്ത്യയിലെ മാത്രം അറിഞ്ഞാൽ മതി എന്നായിരിക്കും അവർ വിചാരിച്ചേ. ഇന്ത്യയിലെ നമുക്ക് അറിയാലോ, നമുക്ക് വേറെ രാജ്യത്തുള്ള എടാ അതൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കടാ. മുകളിലുണ്ട്, അതായിരിക്കും ഗ്രീനിച്ച്. പക്ഷെ ഇതെന്തിനാ ഇവന്മാർ ഇങ്ങനെയൊക്കെ വരച്ച് വെച്ചേക്കുന്നത്? ഇങ്ങനെ ഗ്രീൻവിച്ച് വര എന്തിനാ ഇവന്മാർ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നത്? ഭൂമി ഉരുണ്ടതായോണ്ടാണോ ഇങ്ങനെ 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 വെച്ചേക്കുന്നത്? ഇവിടത്തേക്ക് എന്താ എടുത്ത എല്ലാത്തിനും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഗെയിം കളിക്കാനൊക്കെ പോയി കയറി കിടന്നുറങ്ങി. വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനിപ്പോൾ മോസ്പാടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. ഇന്നലെ ഹബ്ബ് വന്നു പറഞ്ഞില്ലേ, ഹബ്ബ് ഇവിടെ നോക്ക്, എല്ലാം ഇതിലും കണക്ട് ചെയ്തു. ആ വള്ളി മൊത്തം ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഒഴിവാക്കി. ഇനി ടേബിൾ മുകളിലൂടെ വന്നു കഴിഞ്ഞാൽ ടേബിൾ കുറച്ചുകൂടെ വൃത്തിയാക്കാം. ഇപ്പം കറൻ്റ് ഈ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി എടുത്തൊരു ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചേക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ വയറെല്ലാം ഒതുങ്ങി അത്യാവശ്യം കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ എണ്ണീറ്റേ ഉള്ളൂ. പോയി എല്ലാം കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്, എല്ലാം ഒന്ന് തീർക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.